കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ മകന് ക്ലിഫ് ഹൌസിന്റെ അഡ്രസ്സിൽ ഒരു നോട്ടീസ് കൊടുത്തിട്ടുണ്ടെന്ന് അവരാണ് കൺഫേം ചെയ്തത്. അപ്പൊ അത് എന്ത് കാര്യത്തിലാണെന്ന് മറുപടി പറയേണ്ട അദ്ദേഹമാണ്. അദ്ദേഹം വൈകാരികമായിട്ടല്ല പറയേണ്ടത്. അദ്ദേഹം വൈകാരികമായി പിന്നെ കുറെ കാര്യങ്ങളൊക്കെ അദ്ദേഹം പറഞ്ഞു. അതല്ല കേരളത്തിൽ കേൾക്കാൻ താല്പര്യം. എന്തിനാണ് ഇങ്ങനെ ഒരു തന്നതെന്നാണ്. ഞാൻ വാർത്ത വരുമ്പോൾ ഞാൻ പ്രതികരിക്കണമല്ലോ. അതിന് അദ്ദേഹം നമ്മളെ പരിഹസിക്കുകയോ ഭീഷണിപ്പെടുത്തുകയോ ഒന്നും വേണ്ട. അതൊക്കെ MABയുടെ അടുത്ത് മതി, എന്റെ അടുത്ത് വേണ്ട. അല്ല, എന്റെ അടുത്ത് വേണ്ട. അല്ല, അത് ED ആണ് വ്യക്തമാക്കേണ്ടത്. ED ഒരു നോട്ടീസ് കൊടുത്താലുള്ള ഒരു പ്രൊസീജിയർ ഉണ്ട്. അത് എവിടെ വെച്ചാണ് ഇത് നിന്നുപോയത്? ഏത് സമ്മർദ്ദത്തിന്റെ അടിസ്ഥാനത്തിലാണ് നിന്നുപോയത്? ഏത് അന്തർധാരയുടെ അടിസ്ഥാനത്തിലാണ് നിന്നുപോയത്? എവിടെ വെച്ചാണ് ഈ അന്വേഷണം വേണ്ട എന്ന് തീരുമാനിച്ചത്? ഏത് സ്റ്റെപ്പിലാണ്? ഞാൻ അറിയാൻ കഴിഞ്ഞത് മുകളിൽ നിന്ന് EDക്ക് നിർദ്ദേശം വന്നു, ഇനി അതുമായി പ്രൊസീഡ് ചെയ്യണ്ട എന്നാണ് ഇൻഫോർമലായി ഞാൻ അറിഞ്ഞത്. ശരിയാണോ എന്ന് എനിക്കറിയില്ല. അത് ED ആണ് വ്യക്തമാക്കേണ്ടത്. ഏത് ഘട്ടത്തിലാണ് ഈ ഒരു നോട്ടീസ് കൊടുത്താലുള്ള ഒരു പ്രൊസീജിയർ ഫോർമാലിറ്റീസ് ഉണ്ട്. അത് നിർവഹിക്കാതെ അവിടെ വെച്ച് നിർത്താൻ എവിടെ നിന്നാണ് സമ്മർദ്ദം ഉണ്ടായത്? EDയുടെ മേലുദ്യോഗസ്ഥന്മാരാണോ, രാഷ്ട്രീയ നേതൃത്വമാണോ, ആരിടപെട്ടിട്ടാണോ അത് ഇല്ലാതാക്കിയെന്നുള്ള ഒരു ദുരൂഹതയുണ്ട് ഈ കേസിൽ. ഒരു ദുരൂഹത ബാക്കിയുള്ളവർക്ക് നോട്ടീസ് അയക്കുന്ന പോലെ അല്ല. ആ ദുരൂഹത വ്യക്തമാക്കണം. മുഖ്യമന്ത്രി വ്യക്തമാക്കില്ല എന്ന് മനസ്സിലായി നമുക്ക്. അദ്ദേഹം ഇതൊഴിച്ച് ബാക്കി എല്ലാത്തിനും മറുപടി പറഞ്ഞു. ഇനി മറുപടി പറയേണ്ടത് ED ആണ്.